935 കോടി വിലയുള്ള F-35 യുദ്ധവിമാനം, ബ്രിട്ടൻ്റെ യുദ്ധവിമാനം അങ്ങനെ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു 2 ആഴ്ചയോളം വിമാനത്താവളത്തിൻ്റെ ഫോർത്ത് ബേയിൽ വെയിലും മഴയൊക്കെ കൊണ്ട് ആർക്കും വേണ്ടാത്ത പോലെ അവിടെ കിടന്നു. അതിനുശേഷം വിമാന നിർമ്മാണ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ്റെ ഉദ്യോഗസ്ഥരും അവരുടെ ഉദ്യോഗസ്ഥരും, അതായത് ബ്രിട്ടൻ്റെ നേവി ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെറിയ സ്പാനറൊക്കെ എടുത്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടതിൻ്റെ ഫോട്ടോകൾ വെച്ച് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രോളുകൾ വന്നു. കേരളത്തിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് പരസ്യത്തിന് ഉപയോഗിച്ചു. അതിനുശേഷം മിൽമ, വയാഗ്ര തുടങ്ങി പല കമ്പനികളും ഈ വിമാനം പരസ്യവാചകങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അതിൻ്റെ ചിത്രങ്ങൾ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം തിരിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് തകൃതിയായിട്ട് നടക്കുന്നത്. കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉൾപ്പെടെ വലിയ ചോദ്യമായിരുന്നു, നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത ഒരു രാജ്യത്ത് അവരുടെ അതീവ സുരക്ഷയുള്ള വിമാനം കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, ബ്രിട്ടൻ്റെ യുദ്ധതന്ത്രങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത തുടങ്ങിയതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വിദേശകാര്യമന്ത്രി തന്നെ അവർക്ക് ഉറപ്പ് നൽകി, ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് നമ്മുടെ വിമാനം, ആരും ഭയപ്പെടേണ്ടതില്ല, വിമാനത്തിനടുത്തേക്ക് ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കും, ആർക്കും വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചോ വിമാനത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ആർക്കും കണ്ടെത്താനാവില്ല, ആർക്കും ചോർത്തിയെടുക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് നമ്മളൊരു സംഘത്തെ അയക്കുന്നുണ്ട്, അവർ വിമാനം നന്നാക്കി തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു. ആ സംഘമാണ് ഇപ്പോൾ വന്നിട്ട് വിമാനം തകൃതിയായിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവ്യക്തമായിട്ട് അന്തരീക്ഷത്തിൽ പല ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഈ വിമാനവുമായിട്ട് ഇന്ധനം തീർന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി എന്നതാണ് ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു യൂട്യൂബർ ചില കാരണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് നൽകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇന്ധനം കുറഞ്ഞതുകൊണ്ടാണ് ഈ വിമാനം അവിടെ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നതിന് അടിസ്ഥാനമുണ്ടാകൂ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ട്, വലിയ പിന്തുണയും കിട്ടുന്നുണ്ട്. ഇന്ത്യൻ റഡാറിൻ്റെ പരിധിയിലെത്തിയതോടെ F-35Bയെ കണ്ടെത്തുകയും ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നൊരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പൈലറ്റിൻ്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല തിരുവനന്തപുരത്തെ ലാൻഡിംഗ് എന്നും പോർ വിമാനത്തിലെ ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇതിന് പിന്നിലെന്നും ഈ പറഞ്ഞ യൂട്യൂബറായിട്ടുള്ള അമിത് വാദിക്കുന്നു. അതായത് പൈലറ്റ് കൺട്രോൾ ചെയ്തിട്ടല്ല തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ വിമാനം ഇറക്കിയത്, പകരം അതിൻ്റെ സുരക്ഷ അത് ഇന്ത്യൻ റഡാറിൽ എത്തിയതോടുകൂടെ ലോക്കായി. ഇന്ത്യ റഡാറിന് നിരീക്ഷണത്തിൽ ആ വിമാനം വന്നു, അത് ലോക്കായി. പിന്നെ പൈലറ്റിന് അവിടെ നിന്ന് പറത്തിക്കൊണ്ടുപോകാൻ പറ്റിയില്ല, പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഇറക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പോർ വിമാനം കുടുങ്ങിയതിന് കാരണം ഒരു സാധാരണ സാങ്കേതിക തകരാറായിരിക്കില്ലെന്നും നിർമ്മാതാവിന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന എൻക്രിപ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ, ഫേംവെയർ അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആഴത്തിലുള്ള പ്രശ്നമാകാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി മറ്റാർക്കും സാധിക്കാത്ത വിധം സങ്കീർണമായതിൻ്റെ കാരണം ജെറ്റ് ലോക്കായതാണെന്നും അൺലോക്ക് ചെയ്യാൻ അംഗീകൃത പരിശീലനം ലഭിച്ച നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനിൽ നിന്നുള്ളവർ ആവശ്യമാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. മോശം കാലാവസ്ഥയും ഇന്ധനക്കുറവുമാണ് വിമാനത്തെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന വാദത്തെ തള്ളുന്നത് ഇങ്ങനെയാണ്. ബ്രിട്ടീഷ് നേവി വിമാനങ്ങൾ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. കടലിൽ ലാൻഡിങ്ങിനും മറ്റുമുള്ള പിന്തുണ ലഭിക്കും. അതിനാൽ തന്നെ നാറ്റോ രാജ്യമല്ലാത്ത ഇന്ത്യയിൽ F-35 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പൈലറ്റിൻ്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല. F-35B ലാൻഡ് ചെയ്തത് തിരുവനന്തപുരത്തെ സിവിലിയൻ എയർപോർട്ടിലാണ്, അതിനടുത്തുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ പോലുമല്ല. ഇതിന് കാരണം ഫ്ലൈറ്റിൻ്റെ മാനുവൽ നിയന്ത്രണങ്ങൾ ലോക്കാവുകയും എമർജൻസി ലാൻഡിംഗ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സിവിലിയൻ റൺവേ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനാലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പോർ വിമാനത്തെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു എന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേന അറിയിച്ചത്. വ്യോമ ഭീഷണികൾ നിരീക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഉയർന്ന തലത്തിലുള്ള പ്രതിരോധ ശൃംഖലയാണ് IACCS. F-35B നിശ്ചിത പരിധിയിലേക്ക് പ്രവേശിച്ചയുടൻ ഇന്ത്യയുടെ IACCS റഡാർ ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വിമാനത്തെ കണ്ടെത്തുകയും അതിനെ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇതോടെ F-35Bയിലെ സ്വയം പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് വീഡിയോയിലുള്ളത്. സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ ഇന്ത്യയുടെ റഡാർ പ്രതിരോധത്തെ പരീക്ഷിച്ചതാകാം ഇതെന്നാണ് മറ്റൊരു നിരീക്ഷണം.
സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരിൽ F-35 ഉപയോഗിച്ച് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ പരീക്ഷിച്ചു. ഇന്ത്യയുടെ റഡാർ കവറേജും ഇലക്ട്രോണിക് പ്രതികരണ പാറ്റേണുകളും മാപ്പ് ചെയ്യാനായി സ്റ്റെൽത്ത് ജെറ്റ് ഉപയോഗിച്ചിരിക്കാമെന്നാണ് അമിത് സെൻഗുപ്തയുടെ നിരീക്ഷണം. ജൂൺ 14-നാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 പോർവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ ഹൈമാസ്റ്റ് സൈനിക അഭ്യാസത്തിനിടെയാണ് F-35 തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നത്. വിമാനത്തിന് ഇന്ധനം തീർന്നെന്നും മോശം കാലാവസ്ഥയിൽ പറന്നിറങ്ങിയ യുദ്ധവിമാനത്തിലേക്ക് ലാൻഡിംഗ് പറ്റിയില്ല എന്നുമൊക്കെയാണ് അടിയന്തര ലാൻഡിങ്ങിൻ്റെ കാരണമായി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ വന്ന് ഈ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തും. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ബ്രിട്ടനാണ് മറ്റൊരു ശക്തമായ ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ശക്തി ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് കരുതി ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ച് ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ 24 മണിക്കൂറും നിരീക്ഷണമുള്ളതാണ്. എന്തെങ്കിലും ഒരു പുതിയ വസ്തു അതിലേക്ക് വന്നു കഴിഞ്ഞാൽ റഡാറിൽ കുടുങ്ങും. അത്തരത്തിൽ റഡാറിൽ കുടുങ്ങിയ ഒരു ജെറ്റ് വിമാനമാണ് ഇത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലോക്കാവും. അത് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈലറ്റിൻ്റെ കൺട്രോളിലല്ല, അതിൻ്റെ ബാക്കിയെല്ലാ സിസ്റ്റവും ലോക്കായതിനു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ആ വിമാനം ഇറക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അത് പൈലറ്റിൻ്റെ കൺട്രോളിലല്ലാതാണ്. അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് പിന്നീട് വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അത്തരത്തിൽ ലോക്ക് ചെയ്ത് വിമാനം അടുത്തുള്ള സുരക്ഷിതമായ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള സംവിധാനം ഇന്ത്യയുടെ പക്കലുണ്ട്. അത്തരത്തിൽ ഈ F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം, അതീവ സുരക്ഷയുള്ള യുദ്ധവിമാനം, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള യുദ്ധവിമാനം ലോക്ഹീഡ് മാർട്ടിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇന്ന വിമാനം ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയ യുദ്ധ സന്നാഹത്തിലെ മുന്നണി പോരാളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച സാധനം ഇന്ത്യയുടെ റഡാറിൽ വന്നപ്പോൾ എന്ന കണക്കിന് ഇന്ത്യ വലിച്ച് അവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലിട്ടു. പൈലറ്റിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് വിമാനം തിരിച്ച് ബ്രിട്ടൻ്റെ കപ്പലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അവിടെ ഇറക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രിട്ടൻ നൽകുന്ന വിശദീകരണം വിമാനത്തിൻ്റെ ഇന്ധനം തീരാറായി, വേറെ മാർഗ്ഗമില്ല, അവിടെ ഇറക്കൽ മാത്രമേ മാർഗ്ഗമുള്ളൂ, ഇറക്കി അടിയന്തര ലാൻഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ ഹൈഡ്രോളിക് തകരാറിലായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം വീഡിയോയിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഇന്ത്യ ലോക്ക് ചെയ്ത് താഴെ ഇറക്കിയ വിമാനം പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ പലരും ശ്രമിച്ചു. ഇവരുടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ, റോയൽ നേവിയുടെ ഉദ്യോഗസ്ഥർ തന്നെ വന്നു നോക്കി, അവരുടെ എഞ്ചിനീയർമാർ വന്നു നോക്കി, നടക്കുന്നില്ല. അവസാനം ഇതാരാണോ ഈ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ച് ഈ F-35 വിമാനം സജ്ജമാക്കിയിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥർ വരണം. അതാണ് ലോക്ഹീഡ് മാർട്ടിനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെ വന്നത്. അത് സമ്മതിക്കാനും അത് പുറത്ത് അറിയിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലോക്ഹീഡ് മാർട്ടിനിലെ ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടങ്ങളിൽ ഇവർ വിളിച്ചു വരുത്താതിരുന്നത്. അവർക്ക് തന്നെ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നോക്കിയിരുന്നത്. പക്ഷേ ആ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. അതിൻ്റെ അവസാനമാണ് ഈ ലോക്ഹീഡ് മാർട്ടിനിലെ ഉദ്യോഗസ്ഥരുമായിട്ട് റോയൽ നേവിയുടെ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് ഇപ്പോൾ 14 പേരോളം ആ വിമാനം നന്നാക്കാനുള്ള തകൃതിയായ ശ്രമം നടത്തുകയാണ്. എന്തായാലും ഇദ്ദേഹം വീഡിയോയിൽ ഇട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയേണ്ടതില്ല, അതിനുള്ള സാധ്യതകളും ഉണ്ട്. ഇന്ത്യയുടെ റഡാറിൽ നിരീക്ഷണത്തിൽ കുടുങ്ങിയ വിമാനം ഇന്ത്യ ലോക്ക് ചെയ്ത് അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ താഴെ ഇറക്കി എന്നുള്ളതാണ് വസ്തുത എന്ന് ഇദ്ദേഹം നിരത്തി പറയുന്നു. ഇനി അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പുറത്തു വന്നേക്കാം.